കഴിഞ്ഞ 10-12 വർഷമായി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രസ് കോൺഫറൻസ് വിളിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. അത് പറഞ്ഞിട്ടുള്ളത് ഒരു സിവിൽ സെർവന്റ് ആണ്. നമുക്ക് ആ വീഡിയോ കാണാം. അതുപോലെ ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ നിർമ്മലാജി പറഞ്ഞ ചില കാര്യങ്ങളും കൂടിയുണ്ട്. ആ വിഷ്വൽസും കാണാം. ആദ്യം തന്നെ ഈ സിവിൽ സെർവന്റ് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. See, it's not appropriate for me as a civil servant to question Mr. Modi's political method. He is a very successful politician. But let me give you some context. So Mr. Modi is, Prime Minister Modi is a quintessential Indian politician. By and large, Indian politicians favor direct, contact with their electorate. And you must remember that the Indian electorate are predominantly rural folk. They want direct contact. They don't like being spoken down to. They don't like being spoken to through intermediaries. And Mr. Modi has perfected the art of direct contact with his electorate, and he seems to be doing a rather good job of it since, he's been elected now. He's in his third term. He's one of the longest serving prime ministers in our country. കേട്ടല്ലേ, ഈ സംഭവം നടന്നിട്ടുള്ളത് ന്യൂസിലാൻഡിൽ വെച്ചാണ്. അല്ലാതെ നമ്മുടെ ഗോദി മീഡിയ ഒന്നല്ല ചോദിച്ചിട്ടുള്ളത്. അതായത് ന്യൂസിലാൻഡ് ഒരു ജേർണലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചു എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രസ് കോൺഫറൻസ് വിളിക്കാത്ത എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു ഇന്ത്യൻ അംബാസിഡർ ആണ് അവർ പറഞ്ഞിട്ടുള്ളത്, അതായത് സിവിൽ സെർവന്റ്. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഇത്രേ പറഞ്ഞുള്ളൂ, അതായത് ഇതിൽ ഞാനൊരു സിവിൽ സെർവന്റ് ആണ്, ഞാൻ ഇതിൽ ഉത്തരം പറയുന്നത് ശരിയല്ല. എന്നിരുന്നാലും ശരി, നമ്മുടെ നരേന്ദ്രമോദി, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പൊളിറ്റിക്കലി വെരി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, വലിയൊരു പൊളിറ്റീഷ്യൻ ആണ്. അത് മാത്രമല്ല, അദ്ദേഹം കൂടുതലും നേരിട്ടുള്ള സംസാരമാണ് പ്രിഫർ ചെയ്യാറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ ഭൂരിപക്ഷവും ഈ ഗ്രാമീണ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്കും താല്പര്യം നേരിട്ടുള്ള സംഭാഷണമാണ്. അല്ലാതെ ഈ ഒരു ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ഇന്റർമീഡിയറ്റ് അതായത് ഒരു മീഡിയ ഒക്കെ വെച്ചിട്ട് സംസാരിക്കുന്നത് അവർക്കും താല്പര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വോട്ടേഴ്സിനോട് നേരിട്ട് സംസാരിക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, 3ാമത്തെ ടേമാണിത്. അതുപോലെ ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്ററും കൂടിയാണെന്നുള്ള കാര്യം ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം ആശ്വസിക്കാനുള്ളത്, സാധാരണ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നാലും ശരി, ആരോട് ചോദിച്ചായിരുന്നാലും ശരി, അവർ വിഷയം മാറ്റി പോവാറാണ് പതിവ്. പക്ഷെ ഇദ്ദേഹം വിഷയം മാറ്റിയിട്ടില്ല എന്തായാലും. പിന്നെ ഈ ഡയറക്റ്റ് കോണ്ടാക്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായ എനിക്ക് തോന്നുന്നു മൻ കി ബാത്ത് ആയിരിക്കും. നമുക്കറിയാം, നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വരും. അദ്ദേഹത്തിന് എന്താണോ പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞിട്ട് പോകും. അല്ലാതെ ജനങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണോ കേൾക്കേണ്ടത് ആ കാര്യമൊന്നും പറയില്ല. അദ്ദേഹത്തിന് എന്താണോ പറയാനുള്ളത് അത് പറഞ്ഞിട്ട് പോകും. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാറ് ഏകാധിപത്യം ഉള്ള സ്ഥലങ്ങളിലാണ്. അതായത് ഏകാധിപതികൾ എന്ത് ചെയ്യും, വന്നിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അല്ലാതെ ജനങ്ങൾക്ക് എന്താണോ പ്രശ്നം അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് ആ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയില്ല. ഇനി ഇദ്ദേഹം പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഈ വീഡിയോ കണ്ടു നോക്കൂ. पिछले साल 26 जनवरी को भारत ने अपना गणतंत्र दिवस धूमधाम से मनाया. 26, 2 और 6, 2 + 6 = और मेरे मित्र का जन्मदिन भी 17 है. 1+. ഇത് മുഴുവൻ കേൾക്കാനൊന്നുമില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് 26ലാണ്, 26. അപ്പം 2-6 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, 8 ആകും. അതുപോലെ ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ബർത്ത്ഡേ 17 ആണ്. അപ്പൊ ഈ 1ഉം 7ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും, 8 ആകും. രണ്ടും സെയിം ആണ്. അത്രേ ഉള്ളൂ. അതായത് ലോജിക് ഒന്നും ഇല്ല, കോൺഫിഡൻസ് ആണ് അവിടെയാണ് പിടിച്ചു നിൽക്കുന്നത്. ആ കോൺഫിഡൻസിന്റെ പേരിൽ, അല്ലാതെ ഇതിന്റെ ലോജിക് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും ഇല്ല അതിൽ. അപ്പോൾ പ്രസ് കോൺഫറൻസിലൊക്കെ വന്നിട്ട് പിന്നെ എന്ത് പറയാനാണ്? ഈ 1+1 അല്ലെങ്കിൽ 2+6ഉം അതുപോലെ 1+7 ഇതൊക്കെ പറയാനാണോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഒരു ന്യൂസിലാൻഡ് ജേർണലിസ്റ്റ് ആണ്, അല്ലാതെ ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് അല്ല. ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ഇത് ചോദിക്കുകയും ചെയ്യില്ല. കാരണം ഗോദി മീഡിയ ആണ്, അവരത് ചോദിക്കില്ല. ഇനി ഒരു പ്രസ് കോൺഫറൻസ് നടത്തുകയാണെങ്കിൽ തന്നെ ഇവരാണ് നടത്തേണ്ടത്, ഗോദി മീഡിയ. അപ്പോൾ എന്ത് സംഭവിക്കും? എല്ലാം പ്രീ പ്ലാൻഡ് ആയിരിക്കും. അതായത് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം എന്നൊക്കെയുള്ളത് ഓൾറെഡി അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ. ഫുള്ളി സ്ക്രിപ്റ്റഡ് ആയിരിക്കും ആ പ്രസ് കോൺഫറൻസ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി പറയാൻ പോകുന്നത് ഈ വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വേറൊരു വിഷയമാണ്. പക്ഷേ
കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. അതിനുശേഷം നമുക്ക് നിർമ്മല സീതാരാമന്റെ ഒരു ഇന്റർവ്യൂ കാണാം. ഇത് കണ്ടില്ലേ? ഇത് എന്ന് പറയുന്നത് ദിലീപ് ഘോഷ്, ഒരു മിനിസ്റ്റർ ആണ് വെസ്റ്റ് ബംഗാളിലെ, മിനിസ്റ്റർ ഓഫ് പഞ്ചായത്ത് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, അത് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ് ഈ ദിലീപ് ഘോഷ് എന്ന് പറയുന്നത്. അവർ പറഞ്ഞിട്ടുള്ള വാക്കാണ്, അതായത് ഈ പെൺകുട്ടി, റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി മുസ്ലിമാണ്, അതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒച്ചപ്പാടോ ഒക്കെ ഉണ്ടാവുന്നത്. ഇനി ഇതൊരു ഹിന്ദു പെൺകുട്ടിയാണെങ്കിൽ ഇവിടെ യാതൊരു പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ പ്രതിഷേധമോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ കാര്യത്തെ പോലും അവർ റിലീജിയസ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ക്രൈമാണ് നടന്നിട്ടുള്ളത്, ആ ക്രൈമിനെ പോലും അത്രയും ഇതായിട്ടുള്ള ഒരു ക്രൈം നടന്നിട്ടും അതിനെ അവർ റിലീജിയസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. കാരണം എന്ത് കാര്യം കിട്ടുമ്പോഴും ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ മതപരമായി കൺവേർട്ട് ചെയ്തിട്ട് അത് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു ക്രൈമാണ്. ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെയൊന്നുമില്ല, എല്ലാം ക്രൈമാണ്. ആ ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്ത് അവനെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ റിലീജിയൻ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ ഇവർ അവിടെയും റിലീജിയനാണ് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. ഇനി നമുക്ക് നിർമ്മല സീതാരാമന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് വരാം. People who you actually called icons of corruption are now suddenly all of them in your party. Ashok Chavan is in your party. Ajit Pawar, chakki piecing, irrigation scam, 70,000 crore. Oh, lo and behold, he's joined the BJP. Now he's not chakki piecing. Now he's icon of development in Maharashtra. I want to ask you, where does hypocrisy end? People are welcome to come to BJP. Everybody is welcome. Even they are welcome with a red carpet rolled out for them. As I said, party is open. We welcome everybody. Everybody. Even people who have 9 CBI cases against them. Party is welcoming everybody. കേട്ടില്ലേ? എവ്രി വൺ വെൽക്കം. അതായത് എന്ത് കുറ്റം ചെയ്ത് കഴിഞ്ഞാലും ശരി BJP-യിലേക്ക് കയറാം. ആ ഒരു ഇന്റർവ്യൂർ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ റിപ്പോർട്ടർ ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കാലത്ത് കറപ്ഷന്റെ ഐക്കൺസ് ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് BJP-യിലേക്ക് വരുന്നു. BJP-യിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കറപ്റ്റഡ് ഒന്നല്ല, അവർ ഡീസന്റ് ആണ്. ഒന്ന് രണ്ടാളെ പേര് അവർ തന്നെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും നമ്മൾ വെൽക്കം ചെയ്യുന്നു, നമ്മളുടെ പാർട്ടി വെൽക്കം ചെയ്യുന്നു. അതായത് ഒരു വാഷ് മെഷീൻ പ്രോസസ് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് 2 പേരാണ് മെയിൻലി. ഒന്ന് വെസ്റ്റ് ബംഗാളിലെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ സുവേന്ദു അധികാരി. അവരുടെ പേരിൽ ഒരുപാട് കേസസ് ഉണ്ട്. പല അലിഗേഷൻസും BJP തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു സമയത്ത് BJP-യിലേക്ക് മാറി. അതിനുശേഷം ആള് നല്ലവനായ ഉണ്ണിയായി മാറി. അതുപോലെ തന്നെയാണ് ആസാം CM ഹേമന്ത് ബിശ്വ ശർമ്മ. അവരും ഒരു കാലത്ത് കോൺഗ്രസിലായിരുന്നു. ആ സമയത്ത് ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ട് നിൽക്കുമ്പോഴാണെന്ന് തോന്നുന്നു വലിയ തരത്തിലുള്ള ഒരു കറപ്ഷൻ അലിഗേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും BJP-യാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു സമയത്ത് BJP-യിലേക്ക് മാറി ആള്. അതിനുശേഷം ആള് നന്നായി, പുണ്യാളനായി, ഇപ്പോൾ നല്ലവനാണ്, ഒരു കുഴപ്പവുമില്ല. ആള് 100% ഡീസന്റ് വാല ആത്മി. എന്താണല്ലേ? അതായത് ആർക്ക് വേണമെങ്കിലും BJP-യിലേക്ക് എന്ത് കുറ്റം ചെയ്താലും, കറപ്ഷൻ ആവട്ടെ അല്ലെങ്കിൽ മറ്റു ക്രൈംസ് ആവട്ടെ, എന്ത് ചെയ്തു കഴിഞ്ഞാലും BJP-യിലേക്ക് വരാം, സ്വാഗതമാണ് എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലവരായി. അവരുടെ പേരിൽ എത്ര CBI കേസോ അല്ലെങ്കിൽ മറ്റു കേസസോ എന്തുണ്ടായിരുന്നാലും ശരി അതൊന്നും പിന്നെ മിണ്ടില്ല, അതൊക്കെ സൈലന്റ് ആവും. ആ കേസസ് ഒക്കെ മെല്ലെ വിഡ്രോവലാവും, ഒന്നും സംഭവിക്കില്ല. അതായത് ഒന്നും സംഭവിക്കാത്ത പുണ്യാളനായി പിന്നീട് ആ വ്യക്തി മാറിയിരിക്കും. അതാണ് BJP-യിലേക്ക് പോയാലുള്ള ഗുണം. ഇവിടെ പറയാതെ നിർമ്മല സീതാരാമൻ പറയുന്ന കാര്യമാണ്, ആർക്ക് വേണമെങ്കിലും BJP-യിലേക്ക് വരാം, ഓൾ ആർ വെൽക്കം, എല്ലാവർക്കും വരാം. അവരുടെ പേരിൽ കേസോ എന്തുണ്ടായാലും പ്രശ്നമില്ല, ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റോളും, ഞങ്ങൾ നോക്കിക്കോളും എന്ന രീതിയിലാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. കാരണം എത്ര ആളുകൾ, എത്ര ക്രൈംസ് ഉൾപ്പെട്ടിട്ടുള്ള, കറപ്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള, അത് കോൺഗ്രസിലാവട്ടെ അല്ലെങ്കിൽ മറ്റു പൊളിറ്റിക്കൽ പാർട്ടിയിലാവട്ടെ, അവിടെയൊക്കെ നിന്ന് കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ പിന്നീട് കാണുന്നത് BJP-യിലാണ്. BJP-യിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ പേരിൽ പിന്നെ കേസുമില്ല, അന്വേഷണവുമില്ല, ഒന്നുമില്ല. മീഡിയാസ്, അതായത് ഗോദി മീഡിയാസ് അതിനെ പറ്റി പിന്നെ ചർച്ചയില്ല, ഒന്നുമില്ല. ഇതാണ് നമ്മളുടെ കറന്റ് ഇപ്പോഴത്തെ ഇന്ത്യ. മോദിജി പറയുന്നത് പോലെ പുതിയ ഇന്ത്യ.